ഇതുള്ളത് നമ്മുടെ പാരാടോസൈൽ ഹൈഡ്രസിൻ വെച്ചിട്ടുള്ള റിഡക്ഷനാണ്. അപ്പോൾ അതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പാരാടോസൈൽ ഹൈഡ്രസിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രസിൻ്റെ പാരാ പൊസിഷനിൽ ടൊസൈൽ ഗ്രൂപ്പ് വരുന്നത്. ടൊസൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡബിൾ ബോണ്ടോ അതായത് സൾഫറിന് നാല് എന്താ പറയുക ബോണ്ടിങ് ആണ് വരുന്നത്. രണ്ടെണ്ണം ഡബിൾ ബോണ്ടോ പിന്നെ ഒരു സൈഡിൽ നമ്മുടെ എന്തെങ്കിലും ഒരു അരോമാറ്റിക് റിങ്, ഒരു സൈഡിൽ നമ്മുടെ ഹൈഡ്രസിൻ അല്ലെങ്കിൽ നൈട്രജൻ ഉള്ളത്. അപ്പോൾ ഇതിൽ പാരാടോസൈൽ ഹൈഡ്രസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക NH2 NH ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു കീറ്റോൺ എടുത്തു എന്ന് വിചാരിക്കുക. കീറ്റോണും നമ്മുടെ പാരാടോസൈൽ ഹൈഡ്രസിൻ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ടൊസൈൽ ഹൈഡ്രസോൺ ഉണ്ടാവുകയാണ് ചെയ്യുക. അതാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കീറ്റോൺ എടുത്തു. അപ്പോൾ ടൊസൈൽ ഹൈഡ്രസിൻ എന്താണ്? NH2 സിംഗിൾ ബോണ്ട് NH സിംഗിൾ ബോണ്ട് TS. അപ്പോൾ NH2 ലോൺ പെയേഴ്സ് ഉണ്ട്. ആ ലോൺ പെയേഴ്സ് കീറ്റോണിലെ കാർബണിൽ ഗ്രൂപ്പിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ബാലൻസ് ശരിയാക്കാൻ വേണ്ടി ഡബിൾ ബോണ്ട് ഓൻ്റെ പകരം O നെഗറ്റീവ് ചാർജ് ആയിട്ട് വരും. എന്നിട്ട് നമ്മുടെ NH2 ലോൺ പെയർ നമ്മൾ ഡൊണേറ്റ് ചെയ്തല്ലോ. അപ്പോൾ NH2 നൈട്രജന് പോസിറ്റീവ് ചാർജ് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഈ NH2 പോസിറ്റീവ് ചാർജ് നൈട്രജനുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മൈഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ O- അവിടെ വന്നിട്ട് OH ആവും. അപ്പോൾ ഈ ഹൈഡ്രജൻ പോയ നൈട്രജനുമേ എന്താ സംഭവിച്ചത്? കുറച്ച് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ പോയി ഉണ്ടാവുക. അപ്പോൾ അതിന് ലോൺ പെയർ നമ്മൾ തിരിച്ചു കിട്ടിയ പോലെ എഴുതാം. അതിനുശേഷം OH അവിടെ നിന്ന് ലീവ് ചെയ്ത് പോവും. അപ്പോൾ മുകളിലുള്ള ഭാഗം CH3 CH2 CH3 മാത്രം മുകളിൽ OH പോയി. അതിന് താഴെ നൈട്രജനിലുമുള്ള ലോൺ പെയർ മുകളിലേക്ക് പോയിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഹൈഡ്രസോൺ ഉണ്ടാവും. ഇത് വേറൊരു നോട്ടാണ്. അപ്പോൾ ഇതിലാണ് കുറച്ചും കൂടെ ടൊസൈൽ ഗ്രൂപ്പിൻ്റെ എങ്ങനെയാണെന്നുള്ളത് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ടൊസൈൽ ഗ്രൂപ്പാണ് ഈ AR S ഡബിൾ ബോണ്ടോ NH വരുന്നത്. അപ്പോൾ നമ്മളതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഹൈഡ്രസീനിലെ നൈട്രജൻ വന്നിട്ട് കാർബണിലെ കാർബണുമേ വന്നിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ H2O പോയിട്ട് അവിടെ വന്നിട്ട് പുതിയ ബോണ്ട് ഫോം ചെയ്യും. H2O പോയതിനു ശേഷം നമുക്ക് അതുപോലെ ഒരു ഹൈഡ്രസോൺ ആവും കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ഈ S ഡബിൾ ബോണ്ടോ എന്ന് പറഞ്ഞാൽ TS എന്ന് എഴുതിയാലും മതി. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. സോഡിയം ബോറോൺ ഹൈഡ്രൈഡോ ഒക്കെ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഇടയിൽ ഇതിൽ 3 കോമ്പൗണ്ടായിട്ടാണ് അത് മാറുക. ഒന്ന് ഈ N ബോണ്ടില്ലേ, അതെന്ത് സംഭവിക്കും? N2 ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. N ട്രിപ്പിൾ ബോണ്ട് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ആൽക്കീനായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. മറ്റേ സൈഡിലുള്ളത് നമ്മുടെ ടൊസൈലിൻ്റെ അയോണായിട്ടും പോകും. അപ്പോൾ അതിൽ നെഗറ്റീവ് O2SAR തന്നെയാണ് O2SAR നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ഏതാണ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആഡ് ചെയ്തത്? ഇപ്പോൾ സോഡിയം ബോറോൺ ഹൈഡ്രൈഡ് ആയതുകൊണ്ട് അതിൽ സോഡിയം വന്നിട്ട് കോർഡിനേറ്റ് അറ്റാച്ച് ചെയ്ത് നിൽക്കും. പിന്നെ നൈട്രജൻ റിലീസ് ചെയ്യും, നമ്മുടെ ആൽക്കൈനും റിലീസ് ചെയ്യും. ഇതിൽ എക്സാമ്പിൾസ് കുറവാണ്. അപ്പോൾ ഇതിലുള്ള എക്സാമ്പിൾ എന്തായാലും പഠിക്കണം. PH വരുന്ന ഫിനൈൽ റിങ് വരുന്ന എക്സാമ്പിളാണ്. സെയിം മെക്കാനിസം വഴിയിട്ട് നമുക്ക് ഒരു ഡബിൾ ബോണ്ടോ പോയിട്ട് സിംഗിൾ ബോണ്ടോ ആൽക്കൈൻ പോലെ ആയിട്ട് വരികയാണ് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂഷൻ. പിന്നെ വേറൊരു മെക്കാനിസമാണ്. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് എക്സാമ്പിൾസ് പ്രത്യേകമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാം. അപ്പോൾ മെക്കാനിക്സാണ് ശ്രദ്ധിക്കേണ്ടത്. ടൊസൈൽ ഹൈഡ്രസീൻ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ടൊസൈൽ ഹൈഡ്രസോൺ ആവുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്താം. പക്ഷേ അതിന് ഇൻ്റർമീഡിയറ്റ് ആണ്. നമ്മളതിന് ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള നമ്മുടെ ഹൈഡ്രോ കാർബൺ ആണ് നമുക്ക് കിട്ടുക. അത് ഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് നൈട്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ.